Good evening all. On behalf of our parish community, I want to welcome all of you to this beautiful and sacred celebration. Today is a very special occasion. As our children take an important step in their faith journey through their first Holy Communion. We start our ceremony with the procession from the back of the church. You
ശുദ്ധരായിന്നും മാറ്റേണമേ. മണികൾ മുഴങ്ങി അൾത്താരപൂർണ്ണമായൊരുങ്ങി ഒരു മനമോടെ മണികൾ മുഴങ്ങി അൾത്താരപൂർണ്ണമായൊരുങ്ങി ഒരു മനമോടെ Blessing of communicants by the parents. Communicants parents എഴുതിയിരിക്കാം. ദൈവദാനമായി നൽകിയ മക്കളെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കൾ കൃതജ്ഞതാപൂർവ്വം കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച് മൗനമായി പ്രാർത്ഥിക്കുന്നു. Please be seated now. Now I invite Father Jesus to say the welcome speech. ഈശോയ്ക്ക് ഈശോയുടെ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഇടവക കൂട്ടായ്മയുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമാണ് ആദ്യമായി ഈശോയെ ഹൃദയത്തിലും ജീവിതത്തിലും പൂർണ്ണമായ ബോധ്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷം. ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരെയും ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിലേക്കും ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലേക്കും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് 10-12ഓളം കുട്ടികളാണുള്ളത്. മറ്റേ കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം നാട്ടിൽ ആദ്യ കുർബാന സ്വീകരണം നടത്താൻ വരുന്നതുകൊണ്ട് അവർ ഇന്ന് നമ്മളോടൊപ്പം ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നില്ല. അവരെയും പഠിച്ചൊരുങ്ങിയിട്ടുള്ളവരാണ്. അവരോടൊപ്പം ഈ അവസരത്തിൽ പ്രാർത്ഥനയോടെ അവരെ ഞാൻ ഓർക്കുകയാണ്. 4 കുട്ടികളാണ് നമുക്ക് ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് നമുക്കിന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരുടെയും പേരിൽ ആദ്യമായി തന്നെ നിങ്ങളാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ. നിങ്ങളാണ് ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളെ ഈ വിശുദ്ധമായ തിരുക്കർമ്മങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികനായി നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട രാജേഷ് മിശ്ര അച്ഛനാണ്. അച്ഛൻ തലശ്ശേരി അതിരൂപകമാണ്. ഞാനും അച്ഛനും ഒരു രൂപതയിൽ നിന്നാണ് വന്നത്. 5-8 വർഷത്തോളം ഈ അയർലൻഡിലെ വിവിധ ശുശ്രൂഷകളിൽ അച്ഛൻ ബദ്ധശ്രദ്ധനാണ്. സിറോ മലബാർ അയർലൻഡ് കമ്മ്യൂണിറ്റിയുടെ ആദ്യമ കാലങ്ങളിൽ അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ തൻ്റെ സുദൃഢമായ സേവനം കൊണ്ടും വളരെ ആത്മീയമായ തൻ്റെ ശുശ്രൂഷകൾ കൊണ്ടും ഈ വിശ്വാസ സമൂഹത്തെ പടുത്തുയർത്തുന്നതിൽ രാജേഷ് അച്ഛന് ഒത്തിരി സ്നേഹവും നന്മയും പകർന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഡബിളിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് കുറേ അധികം ആളുകൾ. അച്ഛൻ്റെ സ്നേഹവും സന്തോഷവും എല്ലാ വിശ്വാസ സമൂഹത്തിനും മാത്രമല്ല പുറത്തുള്ളവർക്കും വളരെ ശുശ്രൂഷയുടെ എല്ലാ തലങ്ങളും അച്ഛനിൽ നിന്ന് നൽകാറുണ്ട്. ഞങ്ങളുടെ രൂപതയുടെ ഒരു അഭിമാനമാണ് ഒരു രാജേഷ് അച്ഛൻ. അച്ഛൻ്റെ ഈ സാന്നിധ്യവും സ്നേഹവും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് എക്സ്പോർട്ട് സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വിശുദ്ധ ബലി അർപ്പിക്കാനും നമ്മുടെ സ്നേഹത്തിൽ
അതുപോലെ തന്നെ പ്രിയപ്പെട്ട കോളേജ് സെൻറ്റ് പോൾസ് സഭാംഗമാണ്. ഞാൻ ആദ്യമായി അരങ്ങിൽ വന്നപ്പോൾ എനിക്ക് ഭവനം സെൻറ്റ് പോൾസിൻ്റെ ഭവനത്തിലാണ് ഒരു പിതാവിൻ്റെ അവസരത്തോടെ പ്രത്യേകമായി നിത്യം കുർബാന പരിശീലനം നൽകുന്നത് പ്രിയപ്പെട്ട കോളേജിനാണ്. വളരെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ നന്മയുടെ ഒരാളുമായ കോളേജൻ തൻ്റെ ആത്മീയ നേതൃത്വം കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇടപെടലിലുള്ള ഈ അയർലൻഡിലുള്ള എല്ലാ സമൂഹത്തിലും സംസാരിക്കാനും കുർബാനയിപ്പിക്കുവാനും ഇപ്പോഴും അച്ഛനോട് എത്താറുണ്ട്. നമ്മുടെ തിരുനാളുകൾ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കോളേജിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഓർക്കുകയും അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിൽ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അഭിവാസികളുടെ ഒരുക്കമായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളായി ബന്ധുമിത്രാദികളായി കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും പിന്നീട് സമൂഹത്തിലെയും കാര്യങ്ങളെയും കടപ്പക്കാരെയും എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഭക്തിയോടെ നമുക്ക് ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതായ ഒരു അനുഭവം നമുക്ക് നമ്മുടെ ശുശ്രൂഷകളിലൂടെ അവർ പകർന്നു കൊടുക്കുമ്പോൾ ഈശോയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്നും ഈശോയോടുള്ള അഭേദ്യമായ ബന്ധം ജീവിതത്തിൻ്റെ അവസാനം വരെ തുടരുവാൻ ഏറ്റവും നല്ലൊരു ഓർമ്മയായി ഈ ദിവസത്തെ മാറ്റുവാനായി നമുക്ക് പരിശ്രമിക്കാം. ഭക്തിപൂർവ്വം നമ്മുടെ കുർബാനയുടെ കർമ്മങ്ങളും പ്രാർത്ഥനകളും ചെയ്ത് നമുക്ക് ഈ കർമ്മങ്ങൾ മനോഹരമാക്കാനായിട്ട് പരിശ്രമിക്കാം. കർത്താവായ ജീവിതത്തെ Next is lighting the lamp. Representatives from parents, teachers and committee members along with the priests will be lighting the lamp. Father James will be doing the reading of baptismal promise. So all the communicants, please come forward. Dear children, I am now going to ask you the questions that your godparents answered in your name when you were baptized. And so now let us renew the promises of holy baptism by which we once renounced Satan and his works and promised to serve
in the Holy Catholic Church. So, my dear young children, do you renounce sin as to live in freedom of the children of God? Do you renounce the lure of evil so that sin may have no mastery over you? Do you renounce Satan, the author and prince of sin? Do you believe in God, the Father Almighty, creator of heaven and earth? Do you believe in Jesus Christ, his only Son, our Lord, who was born of the Virgin Mary, suffered death and was buried, rose again from the dead, and is seated at the right hand of the Father? Do you believe in the Holy Spirit, the Holy Catholic Church, the communion of saints, and the forgiveness of sins, the resurrection of the body, and life everlasting? So, dear children, may the Almighty God, the Father of our Lord Jesus Christ, who has given us new birth by water and Holy Spirit, bestowed on us the forgiveness of our sins, keep us by his grace in Christ Jesus our Lord for eternal life. Amen. No, Father.
അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങയെ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തത്തിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ മക്കൾ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. പരിശുദ്ധ കുർബാന ഭക്തിയോടെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും തിരി വിളിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെല്ലാവരെയും വളരെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും യാത്രയെ സമർപ്പിച്ച നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ആദരവാൻ സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൽ നല്ലാതെ ഇന്ന് ഒത്തിരി പേരൊക്കെയുണ്ട്. നമ്മുടെ കുർബാനയായതുകൊണ്ട് ഒരു നിമിഷം നമുക്കെല്ലാവരും നമ്മുടെ ആദരവാൻ നടന്ന ദിവസം ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശാന്തമായ നിമിഷം ഓർക്കാം. ഇത്രമേൽ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മളെല്ലാവരും ഈ കുർബാനയ്ക്ക് ഇങ്ങനെ കൂടാൻ കാരണമായത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളെ അതിനുവേണ്ടി ഒരുക്കി സ്വീകരിപ്പിച്ചതുകൊണ്ടാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഓർക്കണം. മരണം മൂലം വേർതിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും നമ്മുടെ മാമോദിസായിട്ടുള്ള തൊട്ടപ്പെടുന്ന തലവട്ടങ്ങളിലായിരുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് ആദരവാനുസരിച്ച് അന്നത്തെ വികാരിച്ചിലേക്ക് ഓർക്കാം. ഇന്ന് കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്ന വിശുദ്ധ ബലി, ഈ വിശുദ്ധ കുർബാന മരണം വരെ അവരുടെ കൂടെ കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യരായുള്ള ഗോകുളം പോരായ്മകളുണ്ട്. വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിക്കാനും ചെയ്ത തെറ്റുകളെല്ലാം നമ്മൾ ക്ഷമിക്കണമേ. ഈ വിശുദ്ധ ബലി യോഗ്യതയോടെ അർപ്പിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 4 മണിക്കൂർ പ്രത്യേക യോഗങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ച വിശുദ്ധ ബലി Amen.
ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥത്തോടെ ഏറ്റുപറയുകയും ചെയ്ത് ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൂർത്തീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ
ഇന്നേത് സ്വാധ്യമായ നീ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾ വിശുദ്ധോടുകൂടെ പരിക്രമം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടുകൂടെ അവർ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കഴിഞ്ഞ നൽകിയ രക്ഷയെപ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളുടെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവ് പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായി ഞങ്ങളുടെ ദീർഘമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുമുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നുള്ള നാളുകൾ ആത്മീയ സൃഷ്ടാവാകുന്നു, സമരത്തിന്റെയും നാഥായിരിക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. സർവേശ
ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. എന്തെന്നാൽ അവിടുത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആപരാധികൾ എന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങളാരാണ്? നിങ്ങളുടെ ആപരാധികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആപരാധികൾ കേട്ടിരിക്കുന്നു. അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് കാളയെ മൂടി. രാവിലെ കാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തിരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഇതുവഴി ആത്മാ ശരീരങ്ങൾ കൊണ്ടുവരയ്ക്കുന്ന സ്നേഹവും ശരണവും രക്ഷിക്കുന്ന ഭരണീയതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരൻ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിന്റെ പരമ ലഭിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റപ്പെട്ട രാത്രി അപ്പമെടുത്ത് കൃത്യത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയുടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായി തെറ്റുകൾ ചെയ്യുന്നു.
അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ രാജാവിൻ തിരുമുൻപിൽ കീർത്തൻ മധുവായ ജ്ഞാനമൊഴുകിടട്ടെ. നിങ്ങളത് ചെയ്തു. അതുകൊണ്ട് പിള്ളേർ 4 പേര് ഇവിടെ നോക്കിക്കേ, 4 പേര് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ പപ്പായുടെ മമ്മി ഇപ്പം തന്നെ ഉണ്ട്. താങ്ക് യു വെരി മച്ച് ഒന്ന് പറഞ്ഞേ, അവിടെ ചിരിച്ചോണ്ട് ചിലപ്പോൾ തിരക്ക് അങ്ങോട്ട് പറയാം, എന്നോടല്ല. ഓക്കെ, നിങ്ങളെ കാണും എന്തിനാണ് ഞാൻ ചോദിക്കണം, വീട്ടിൽ വീണ്ടും പറയും എനിക്ക് ഇതിനുള്ള അവസരം തന്നത് കേട്ടോ. സോ ഗ്രേറ്റ്ഫുൾ ടു യുവർ പാരൻസ് ഓൾവേസ്. അപ്പൊ ഇന്നത്തെ ഈ നല്ല ദിവസം പ്രകാരം പോകണം. അവർ കാണാൻ നല്ല രസമായിട്ടില്ലേ? നന്നായിട്ട് ഒരുങ്ങി നിങ്ങൾ പറഞ്ഞോ കൊച്ചിനെ കാണാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ഒന്നും ഒഴിക്കുക തിരക്കിനൊക്കെ പറയാൻ വിട്ടു. എന്നിപ്പം പറഞ്ഞു നിന്നെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. അവർ പറ. ഓക്കെ, അതിനൊരു സന്തോഷം വേണം. ഇതെല്ലാം ഉള്ളിൽ പിടിക്കൊണ്ടിരിക്കും, എല്ലാം അങ്ങോട്ട് കൊടുക്കും. ഏറെ സന്തോഷം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. So I just want to ask you some of the questions. All children, those who are doing the catechism class, you can also answer me. All those who are saying the price will be €100 each of these. Okay. Okay. So today we are going to receive Jesus and what he said, do this in memory of me. അല്ലേ? അങ്ങനെയല്ലേ ഈശോ പറയുന്നത്? Do this in memory of me. അപ്പോൾ ഈശോ പറഞ്ഞ വാക്കിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈശോ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഈശോ അപ്പം എടുത്തു, അതിൻ്റെ അടുത്ത് തന്നെ ഈശോയെ ശിഷ്യന്മാരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഞ്ഞുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, ഇതെൻ്റെ what he said, this is my body. Whenever you gather in my name, walk it and eat because it is my body. അല്ലേ? ഇതെൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു പറഞ്ഞു ഈശോ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ അതിനകത്ത് ഈശോയെ ഉണ്ടെന്ന്? എനിക്കിവിടെ സ്തുതിയില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചത് തന്നെ സാധാരണ ഒരു ബ്രെഡാണ് അല്ലേ, സിമ്പിൾ ബ്രെഡ് അല്ലേ, അത് able to receive it because able to receive it because we have received baptism. Baptism കിട്ടിയായിരുന്നോ? When you receive baptism, who can say? Come on, for you. When you receive, you remember? നമുക്ക് ബോധമില്ലാത്ത സമയത്ത് സ്മോൾ വൺ ആയിരുന്നു അല്ലേ? Who gave you baptism? Anybody? അപ്പോൾ എന്ത് ചെയ്തു? ആ ബാപ്റ്റിസം കിട്ടിയ സമയത്ത് ഈ അച്ഛൻ, ഏതാണോ അച്ഛൻ, ആ അച്ഛൻ നിങ്ങൾ പറഞ്ഞു കോളിംഗ് യുവർ നെയിം. ഉദാഹരണം മരിയ, മരിയല്ലേ? മരിയയെ വിളിച്ചത് മരിയ, ഐ ബാപ്റ്റൈസ് യു ഇൻ യുവർ ഗ്രാൻഡ് പേരൻസ് നെയിം എന്നാണ് പറഞ്ഞത്. നിനക്ക് ഇത് ആരംഭിക്കാന്നറിയോ? ഐ ബാപ്റ്റൈസ് യു ഇൻ ദ നെയിം ഓഫ് ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ആ ദിവസം നിങ്ങൾ എല്ലാവരും ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ത്രൂ ബാപ്റ്റിസം you became child of God. What do you became? What do you became? All of you together. What do you became? You are all listening. Very good. Child of God. ഈശോയുടെ കുഞ്ഞായി മാറി. ഈശോയുടെ കുഞ്ഞായി മാറിയ ആള് 2ാം ക്ലാസ്സിൽ പോയി 2ാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ്. പിന്നെ കുറേ നാൾ വളർന്നു, ഞാൻ പെട്ടെന്ന് എത്തിയില്ല. 2ാം ക്ലാസ്സിൽ എത്തി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? So teachers gave you every lesson what is Holy Communion. Now you are mature enough. So again, Father James today asked you the same question. Years before, when you got baptism, do you believe in God the Father, Son and the Holy Spirit? Then what do you say? Yes, I do. പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇന്നിപ്പോൾ എന്ത് ചെയ്യും? ഇച്ചിരി ഈശോയെ തരാണ്ട് പോവാം. ബോഡി ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ എന്ത് പറയുന്നത്? ആമേൻ. എന്നാ പറയുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ത് പറയണം? ആമേൻ. അപ്പൊ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേ, നമ്മളിങ്ങനെ ഈശോ സ്വീകരിച്ചു.
കേൾക്കുന്നുണ്ടോ? നമ്മുടെ സ്റ്റീവ് കേൾക്കുന്നുണ്ടോ? എന്ത് എല്ലാവരും കേൾക്കണം, എല്ലാ ബോയ്സും ഗേൾസും നോക്കി. ഇനി എന്താ സംഭവിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഈശോയെ നാക്കിലെ സ്വീകരിക്കുന്നു അല്ലേ? ഈശോ എന്തിനാ എനിക്കൊരു അപ്പം തന്നതെന്ന്? അപ്പൊ നാക്കിക്കോട് ഇത് എങ്ങോട്ട് പോകും? നമ്മുടെ വയറ്റിലോട്ട് പോകും. പോയല്ലേ? എന്നിട്ട് പിന്നെ എന്നാ പറ്റുന്നത്? ഡൈജസ്റ്റ് ചെയ്യും. എല്ലാ സമയം ഡൈജസ്റ്റ് ചെയ്ത് ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? ബ്ലഡിലേക്ക് കളയും അല്ലേ? ഈശോയും ബ്ലഡിലേക്ക് പോകും. നമ്മുടെ നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. എന്നിട്ട് ബ്ലഡ് എവിടുന്ന പമ്പ് ചെയ്യുന്നത്? ഹാർട്ട്. നമുക്കറിയാം, ഹാർട്ടിലേക്ക് പോകും ഈശോ, നമ്മുടെ ഹാർട്ടിലേക്ക് ഓളോണ സ്ഥലം. എന്നിട്ട് ഹാർട്ടിൽ നിന്നാണ് ബ്ലഡ് എല്ലായിടത്തേക്കും പോകുന്നത്. ഈശോ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 10 years ഉണ്ട് അല്ലേ? 12 ഉണ്ടോ? 9 years ഉണ്ട്. 9 years ഉള്ള നിങ്ങളുടെ ചിന്തകളിലേക്ക് ഈശോ ആണ് കാണുന്നത്. മനസ്സിലായോ? നിങ്ങൾ കാണുമ്പോൾ ആരാ കാണുന്നത്? ഈശോ. നിങ്ങൾ സംസാരിക്കുമ്പോഴോ പറ ഈശോ അല്ലേ? When you speak, Jesus speak. When you see, Jesus. When you obey your parents, Jesus. When you violate something, do some cheekies, it's not Jesus. You yourself coming out. Sometimes we all do that. എന്നാൽ ഈശോ ഉള്ളിലിരിക്കുകയാണ്. അച്ഛന് 45 years ആണ്. എൻ്റെ ഉള്ളിൽ ഈശോ 45-കാരനെ പോലെ ചിന്തിക്കുന്നു. കോളേജിന് അറൗണ്ട് 55-60 ആയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ 60 years ഉള്ള ജീസസിനെ പോലെ ചിന്തിക്കുന്നു. ഇവിടെ പ്രായം കുറച്ചല്ല പരിപാടി. സോ ദെൻ ഓൾസോ ഞാൻ ഇന്ന് ഓർമ്മ ചിന്തിച്ചാണ്, നമ്മൾ എങ്ങനെയായിരിക്കും, ഞാൻ പുരുഷൻ എന്ന നിലയിൽ, നിങ്ങൾ സ്ത്രീകൾ എന്ന നിലയിൽ, പിള്ളേരെന്ന നിലയിൽ, ഓരോരുത്തർക്കും ഓരോരോ ചിന്തകളാണല്ലോ. എൻ്റെ ഉള്ളിലുള്ള ഈശോയെ ഞാൻ കൃത്യമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഈശോ എങ്ങനെയാണ് എന്നെ പരിവപ്പെടുത്തി ചിന്തിക്കുന്നത്? ചിന്തിച്ചു നോക്കി പേരൻസ്. ഈശോ എന്നോടൊപ്പം വളരുന്നു. ദാറ്റ് വാസ് ദ പോയിന്റ് ഐ വാണ്ട് ടു സേ. ശരിയല്ലേ? ഈശോ എന്നോടൊപ്പം വളരുന്നു. ഞാൻ കുഞ്ഞു കഥ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫോർ ഓൾ ഓഫ് യു, ഈശോയുടെ പേഷ്യൻസിനെ കുറിച്ചാണ് നമ്മളുള്ളത്. എൻ്റെ ഞാൻ ആ ഫിലം ഇപ്പോൾ ആർച്ച് ഡബിളിലാണ്, ബാലിമൺ പാർട്ടീസ്. റീസെൻ്റ്ലി ഞാനൊരു ഫ്യൂണറൽ നടത്തിയായിരുന്നു. 55 years ഉള്ളവരാണ് ചേച്ചി. ഷി വാസ് മാരീഡ് ആൻഡ് ഷി വാസ് ഡിവോഴ്സ് ആൻഡ് 4 children. ചേർത്ത് റീസെൻ്റ് ക്യാൻസർ വന്നു. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചു, വെച്ചാൽ എനിക്ക് അനോയിൻറ്റിങ് സിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഏമാക്കിയത് പുറത്തു വിട്ടു പറഞ്ഞു, ഐ വാണ്ട് ടു ടോക്ക് ടു യു പേഴ്സണലി. ദെൻ ഐ വാസ് ലിസണിങ്, ഐ നോ ഹർ പേഴ്സണലി. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ പറഞ്ഞു, ഇങ്ങനെ ഫാദർ I received communion confirmation when I was 8 and 9 from same age of you. Then I was totally disconnected from Jesus for a long 50 years. But recently, when I was in the hospital, in Beaumont Hospital, just before the scanning, I was fully nervous and stressed and tense. Even I was dying. But all of a sudden, I just called my Jesus after a long time. But then I got a full embrace from my Jesus, a healing embrace. Then I got a vision, my 2 departed brothers, they came in my dream. They said, then I was standing over here. I was diagnosed cancer, last stage. But I was not very stressed and down and low energy. I was totally strong in my mind. I'm very happy. And then I told you, you need forgiveness, completeness, and you need confession after 50 years in session. I did the confession and I just gave her a holy anointing and she received holy communion. So I want to tell you, Jesus today becoming your good friend who is always very patient to listen to you. In on the pilgrimage, morning you want to say, good morning Jesus, I am alive. That time, come on Jesus, I am going to my school. Invite Jesus with all the paper and life. Evening, good night, Jesus. Thank you for everything. Will you say these 3 things? Please say, good morning, Jesus. I am alive. Thank you for. That time when you go to school, come on, Jesus, with all my life situations. The evening, good night, Jesus. Thank you for this wonderful day. That's all I want to say. Live with Jesus. Love with Jesus. And He will be very close to your suffering. Make yourself a friend to Jesus. Jesus will be always a friend to you. അപ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അത് മതിയാവും ഇന്നത്തെ സന്ദേശം. എല്ലാവരും ഒരു നിമിഷം എന്നാണ്. നമ്മളെല്ലാവരും പ്രായവൃദ്ധയായിട്ടൊക്കെ നമ്മുടെ പല സാഹചര്യത്തിലുള്ളവരാണ്. നമുക്ക് ചിലപ്പോൾ ആ ഡിവൈൻ സ്പിരിറ്റും എൻകൗണ്ടർ പോയി കാണും. കുർബാന സ്വീകരിക്കുമ്പോൾ പോലും നമുക്ക് ഫീൽ ഇല്ലാതെ സ്വീകരിക്കുന്നു. ബട്ട് ടുഡേ ആഫ്റ്റർ ലോങ് ടൈം നമുക്കൊന്ന് മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു.
സ്വീകരിക്കുന്നു, പള്ളി സ്വീകരിക്കുന്നു. ഒരിക്കലും ഞാൻ ഒരുക്കത്തോടെ, ഒരു ബോധ്യമില്ലാതെ, സ്പിരിറ്റില്ലാതെ നിന്നോടൊന്ന് വർത്താനം പറയാൻ ഞാൻ പ്രകാരം സ്വീകരിക്കുന്നു. My Jesus, come to my heart. When I receive you in a very special way, make me a good friend. Not only for today, but until my last day, last breath, be my friend always. Thank you, Jesus. Thank you, Jesus. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. The stars stand and pray together with joy and exultation. Lord Jesus, you have instituted the Holy Eucharist and told us to do this in memory of me. We humbly pray that you increase our faith and devotion in the most holy Eucharist. Lord, hear us. Lord, graciously hear us. Lord Jesus, as we receive you for the first time in our lives, help us to be more like you and show your love in all we do. Help us to make our relationship with you our first priority in life. Help us to grow to a deeper intimacy with you each day of our life. Lord, hear us. Lord, graciously hear us. We pray for the well-being of our Holy Father, Pope Leo, the head of the Universal Church of Christ. For our major Archbishop Raphael, head of the Syro Malabar Catholic Church. Our apostolic visitor to Europe, Bishop Stephen. For Bishop Karnash, Bishop of Wexford, and for all other bishops and their fellow ministers, Lord, hear us. Lord, graciously hear us. We pray for our parents and our siblings, our relatives and our friends, that they may enjoy the gift of deep faith and peace in their hearts. We pray for all the teachers and our parents who have helped us to prepare for our Holy Communion, for all the volunteers and committee members, that everyone who have helped us organizing this day in a very special way for all of us. Lord Jesus, bless all of them. Lord, hear us. Lord, graciously hear us. Let us connect ourselves and one another to the Father, the Son, and the Holy Spirit. Amen. നമ്മുടെ കൈകൾ കൂപ്പി നമ്മളെ തന്നെയും നമ്മുടെ നിയമങ്ങളെയും ആരാധിക്കുന്നതിനോടൊപ്പം ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങളോളം പ്രാർത്ഥിക്കുന്ന കൃപാവരങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ വഴി വർഷിക്കണമേ. ഞങ്ങളുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിരത്തിൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അധികണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പുറത്തും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Thank you.
വിശ്വാസമായ എല്ലാ
ഇവിടെ അഭിഷിക്കുന്ന ശരീരരക്തങ്ങളാവുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികമായ നിങ്ങളെ അംഗീകാരനാക്കി അങ്ങ് നൽകിയ ഏതാനും കഴിഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണമേ. നന്ദിയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും അനന്താത്തോടും ഇഷ്ടത്തോടുകൂടെ കർത്താവിനെ പരിഗണനയോട് ചെയ്യാം. നിങ്ങൾ ആദരവോടെ ആവശ്യപ്പെടുന്ന സൂക്ഷിക്കുവാൻ ഭയഭക്തജനമായ ചെയ്യപ്പെടുന്നു. ഉപരോധത്തിന്റെ വഴി സമാധാന സമ്മതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് എഴുതി നിശബ്ദരായ ഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ.
ദൈവമായ ദാസരവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി മഹാരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരമേ ആശ്രയമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നന്ദിക്കം ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവജീവൻ ഞങ്ങളെ കൊണ്ടുവരാക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം സ്വീകരിക്കുകയും അത് വെച്ചുപോയി ഞങ്ങളെ സംബന്ധിക്കുകയും ബദലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി. ഞങ്ങൾ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, സ്വയത്തനായ ദേവിയെ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ലിയോമാർക്കും ഞങ്ങളുടെ പിതാവും സഭയുടെ പിതാവും തലവനുമായ നേതൃത്വ ബിഷപ്പ് റാഫേൽ ശ്രേഷ്ഠൻ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ചെർനാഷ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അപ്പോസ്തലിക വിശുദ്ധ സ്റ്റീഫൻ മെത്രാനും പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതരായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭയുടെ വേണ്ടിയും ഈ കുർബാന അങ്ങനെ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അങ്ങയുടെ ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകവാദം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായി നിങ്ങളുടെ സ്വന്തകാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും
മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും കുടുംബജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും വിശിഷ്യാദ്യമായി സ്വീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്കും അവരെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശകൾ കാത്തിരിക്കുന്ന സകലജനത്തിനു വേണ്ടിയും അയോഗ്യരാജങ്ങൾക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ വാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവിതദായകമായ സുവിശേഷങ്ങളുടെ വിശുദ്ധമായ സജീവവും ജീവിതായകമായ അടയാളത്തിലും പരിശുദ്ധ എല്ലാവർക്കും വേണ്ടിയുള്ള ധൈര്യവും വിശുദ്ധിയും ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചു. എല്ലാ മനുഷ്യരുടെ കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ സംസ്കാരത്തിന്റെയും ധനത്തിന്റെയും മകനീയവും ഭയഭക്തിരവും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസരുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രവൃത്തിയാശിക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വകാര്യത്തിൽ ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ ദൈവത്തിന്റെ അങ്ങേ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഈ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കോട് തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ അങ്ങയുടെ കാരുണ്യങ്ങളെ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിൽ സ്തുതിയും ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ
Jesus, give me your love. Lord Jesus, come to me and give me yourself. Lord Jesus, friend of children, come to me. Lord Jesus, you are my Lord, and my God. Praise to you, Lord Jesus Christ.